നമുക്കിന്നൊരു അടിപൊളി പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയാലോ. ഇത് ഞങ്ങളുടെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് സവാള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് 2 കീറിയ പച്ചമുളകും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാവേ. അതിനകത്ത് കുറച്ച് കരിവേപ്പിലയും കൂട്ടി നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പരുവം വരെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഈ പരുവല്ല കേട്ടോ, മറ്റേ പരുവാണ്. മറ്റേ പരുവം എന്ന് പറഞ്ഞാൽ ഈ പരുവാണ് കേട്ടോ. ഈ പരുവം വഴറ്റിയെടുത്തിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതിനകത്ത് കുറച്ച് പെപ്പർ ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നല്ല കഴുകി മാറ്റി വെച്ച കുറച്ച് ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിരിയമുളകും കൂടെ അരച്ച് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കൈക്കൊന്ന് പൊള്ളാതെ സൂക്ഷിച്ചോ. നല്ല കൈ പൊള്ളും കേട്ടോ. നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ കൈ പൊള്ളാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ബാലൻസ് വന്ന കുറച്ച് കുരുമുളകും പിരിയമുളകും അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചങ്ങോട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതിന് വേണ്ട ചോറിനാണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അതല്ല നെയ്ച്ചോറ് വേണമെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം, ദോശയാണെങ്കിൽ ദോശയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ വരെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കി നോക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ വീണ്ടും വരാം.